ബാങ്കിൽ എത്ര ക്യാഷ് ഡിപ്പോസിറ്റ് ചെയ്യും? ഇൻകം ടാക്സിന്റെ നോട്ടീസ് വരാതെ 10 ലക്ഷത്തിന്റെ മേലെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്താൽ ഇൻകം ടാക്സ് പിടിക്കും. മെജോറിറ്റി ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണ്. നിങ്ങളൊരു സേവിംഗ് ബാങ്ക് അക്കൗണ്ട് ഹോൾഡർ ആണ്, നിങ്ങൾക്ക് 10 ലക്ഷം വരെ ഒരു വർഷത്തിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യും. 10ന്റെ മേലെ ആയാലോ നിങ്ങൾ പോലും അറിയാതെ ബാങ്കിന്റെ കോർ ബാങ്കിങ് സിസ്റ്റം ഇൻകം ടാക്സിനോട് പറയും ഇയാൾ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു. ഇനി ഒരു കറണ്ട് അക്കൗണ്ട് ആണെങ്കിലോ 50 ലക്ഷം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യാം. ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ടാക്സ് അടയ്ക്കാൻ വേണ്ടിയല്ല, വേരിഫിക്കേഷന് വേണ്ടിയാണ്. നിങ്ങളുടെ ബാങ്കിൽ വരുന്ന ട്രാൻസാക്ഷൻ വേരിഫൈ ചെയ്യാൻ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിരിക്കുന്ന ലിമിറ്റുകളുണ്ട്. അതിലൊരു ലിമിറ്റാണ് സേവിംഗ് ബാങ്കിൽ 10 ലക്ഷം രൂപയിൽ കൂടുതൽ ഡിപ്പോസിറ്റ് ചെയ്യുക എന്നുള്ളത്. മറക്കാതിരിക്കുക, ബാങ്ക് ട്രാൻസാക്ഷൻ നടത്തുമ്പോഴും വിഡ്രോ ചെയ്യുമ്പോഴും ഈ ലിമിറ്റിന്റെ മേലെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇൻകം ടാക്സിന്റെ ചാരക്കണ്ണുകൾക്ക് അടിയിലാണ്. മറക്കാതെ നിങ്ങളുടെ ബാങ്ക് ട്രാൻസാക്ഷനുകൾ എപ്പോഴും ഒരു ഓവർലുക്ക് ചെയ്ത് ഒരു ടാക്സ് കൺസൾട്ടന്റിൽ നിന്ന് എല്ലാ വർഷവും അഭിപ്രായം തേടുക. ആവശ്യമെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക.